ബിഗ് ബോസിൻ്റെ ലൈവിൽ ഒനിൽ സാബു ഇപ്പോൾ കൺഫഷൻ റൂമിൽ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി ലക്ഷ്മിയും മസ്താനിയും കൂടി ഉണ്ടാക്കിയ ആ ഒരു പ്രശ്നത്തിന് ശേഷം ഒനിൽ സാബു വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് വളരെ സങ്കടത്തോടെ നടക്കുന്ന ഒരു ഒനിലിനെയാണ് ബിഗ് ബോസ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒനിൽ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം കൺഫഷൻ റൂമിലേക്ക് ഒനിലിനെ വിളിക്കുകയും ഒനിലിനെ ഒന്ന് സമാധാനിപ്പിച്ച് വിടുകയും ചെയ്തിരുന്നു. ഒനിൽ അവിടെ കൺഫഷൻ റൂമിലിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. അവസാനം ബിഗ് ബോസ് ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒനിൽ സാബുവിനെ വീണ്ടും കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ വിളിച്ചിരിക്കുന്നത് ഒരു ടാസ്ക് കൊടുക്കാനാണ്. വീട്ടുകാർക്ക് എല്ലാവരും കൂടി ചേർന്ന് നടത്തേണ്ട ഒരു സ്പോൺസർ ടാസ്കിൻ്റെ ലെറ്റർ കൊടുക്കാനാണ് വിളിച്ചത്. ടാസ്ക് കേട്ടിട്ട് അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരിക്കും. കാരണം അവരുടെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ടാസ്ക്കാണ്. ബർജർ പെയിൻറ്റിൻ്റെ ഒരു ടാസ്ക്കാണ്. ബർജർ പെയിൻ്റ് അടിച്ച ഭിത്തിയിൽ അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ചിത്രങ്ങളായി ചുമരിൽ വരയ്ക്കുക എന്നതാണ് ടാസ്ക്. അപ്പോൾ അവർക്കിഷ്ടമുള്ള ഓർമ്മ ഒരു ചിത്രമാക്കി വരയ്ക്കാൻ കഴിയില്ല. ബിഗ് ബോസ് ചില ലോട്ടുകളിൽ ചില വിഷയങ്ങൾ കൊടുക്കും. അപ്പോൾ ആ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചിത്രം വേണം ഭിത്തിയിൽ വരയ്ക്കാനായിട്ട്. അതും ബർജർ പെയിൻ്റ് അടിച്ച ആ ഒരു ഭിത്തിയിൽ വേണം വരയ്ക്കാൻ. ക്രയോൺസ് ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. വീട്ടിലെ അംഗങ്ങളെല്ലാവരും 2 ടീമായിട്ട് തിരിയണം. 8 അംഗങ്ങളുള്ള 2 ടീമായിട്ട് തിരിയണം. 2 പേര് വിധികർത്താക്കളായിരിക്കും. ഓരോ ടീമിലെയും 4 പേർക്കായിരിക്കും മത്സരിക്കാൻ അവസരമുള്ളത്. ഒരാൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ടീം അംഗങ്ങളിലുള്ള ബാക്കിയുള്ള ആൾക്കാർ എന്ത് വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ചിത്രം വരച്ചിരിക്കുന്നത് എന്ന് അവർ ഗസ് ചെയ്ത് പറയണം. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഗസ് ചെയ്ത് പോയിന്റ് കളക്ട് ചെയ്യുന്ന ടീം അംഗങ്ങളായിരിക്കും വിജയിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ചിത്രം വരച്ചതിന് ശേഷം അവർക്ക് നൽകിയിരിക്കുന്ന സ്പോഞ്ചും വെള്ളവും ഉപയോഗിച്ച് അവർ വരച്ചിരിക്കുന്ന ചിത്രം മായ്ച്ച് കളയുകയും വേണം. അതാണ് ഈ ഒരു ബർജർ പെയിൻറ്റിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്പോൺസർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവരുടെ ഭിത്തിയിൽ അവരെ പെയിൻ്റ് അടിച്ചേക്കുന്ന ഭിത്തിയിൽ എന്തഴുക്ക് പറ്റിയാലും പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്ന ആ ഒരു പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് പറയാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഒരു ടീമിന് ചിത്രം വരയ്ക്കാനും മായ്ക്കാനും ആയിട്ട് 1 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഇതെല്ലാം ചെയ്യണം. നിലവിലെ നോമിനേഷൻ ലിസ്റ്റിലുള്ള 13 പേരിൽ നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ചെയ്യപ്പെട്ട് പോകേണ്ട ഒരു മത്സരാർത്ഥിയുടെ പേര് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.